പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, കർത്താവിൻ്റെ അനന്തമായ കരുണയിൽ നമുക്ക് വീണ്ടും യോഹന്നാൻ്റെ സുവിശേഷം പഠിക്കാൻ ഒരവസരം കൂടി ദൈവം തരുന്നതിന് നമുക്ക് കർത്താവിന് നന്ദി പറയാം. നിങ്ങളെല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ കാലഘട്ടത്തിൽ ദൈവവചനം പഠിക്കാൻ അഭൂതപൂർവകമായ അത്ഭുതകരമായ ഒരു ഉണർവ് ദൈവം നൽകുന്നുണ്ട്. ദൈവത്തിന് മഹത്വവും ആരാധനയും സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ഇന്നത്തെ ശുശ്രൂഷകൾക്ക് വേണ്ടി നമുക്ക് യാചിച്ച് പ്രാർത്ഥിക്കാം. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. നിൻ്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ വാഴ്ത്തപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 3-ാം അധ്യായത്തിലാണ്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, നമുക്ക് വളരെ സാവധാനത്തിൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. കാരണം അത്രമാത്രം ആഴമായ കാര്യങ്ങളാണ് യോഹന്നാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ ഒരു എപ്പിസോഡിൽ ചിലപ്പോൾ ഒരു വാക്യമായിരിക്കും നമുക്ക് എടുക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് നിങ്ങളത് മനസ്സിലാക്കുക. നമുക്ക് വളരെ ശ്രദ്ധയോടെ അവധാനതയോടെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പരിശ്രമിക്കാം. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. ഈശോ പറയുകയാണ്, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല. വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ ഇനി നിക്കോദെമോസ് റബ്ബിമാർക്ക് സ്വാഭാവികമായി ഉണ്ടായിരുന്ന, റബ്ബിമാർ സ്വാഭാവികമായും സാധാരണയായി ഉപയോഗിച്ചിരുന്ന ഒരു തർക്കത്തിൻ്റെ ഒരു തന്ത്രം നിക്കോദെമോസ് ഉപയോഗിക്കുകയാണ്. അതായത് അടുത്ത വാക്യം ഇങ്ങനെയാണ്. നിക്കോദെമോസ് ചോദിച്ചു, പ്രായമായ ഒരു മനുഷ്യന് അമ്മയുടെ ഉദരത്തിൽ പ്രവേശിച്ച് വീണ്ടും ജനിക്കാൻ കഴിയുമോ? പ്രായമായൊരു മനുഷ്യന് ഇതെങ്ങനെ സാധിക്കും? നിക്കോദെമോസ് ചോദിച്ചു, പ്രായമായ മനുഷ്യന് ഇതെങ്ങനെ സാധിക്കും? അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ച് അവന് ജനിക്കാൻ കഴിയുമോ? അപ്പോൾ ഇത് നമുക്ക് ഒട്ടും മനസ്സിലാകാത്ത ഒരാളുടെ ചോദ്യം പോലെ തോന്നാം. അതായത് ഈശോ പറയുന്നത് ഒട്ടും മനസ്സിലാവാത്ത ഒരാളുടെ ചോദ്യമായിട്ട് തോന്നാം. വീണ്ടും ജനിക്കണമെന്ന് ഈശോ പറയുന്നു. തീരെ ആലോചിക്കാത്ത ഒരു ഉത്തരം, തീരെ ബുദ്ധിയില്ലാത്ത ഒരാളുടെ ഉത്തരം ഒരു ചോദ്യമായിട്ട് നിക്കോദെമോസ് പറയുകയാണ്. അതെങ്ങനെ സാധിക്കും? അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ച് ഒരാൾക്ക് ജനിക്കാൻ കഴിയുമോ? നമുക്കറിയാം അത് ഒരിക്കലും സാധിക്കുകയില്ല എന്ന് ഏത് സാധാരണ ബുദ്ധിയുള്ള ഒരാൾക്കും അറിയാം. പിന്നെ എന്തിനാണ് ഇത്രയും ബുദ്ധിമാനായ നിക്കോദെമോസ് ഇങ്ങനെ ചോദിക്കുന്നതെന്ന് ചോദിച്ചാൽ, അദ്ദേഹം ഒരു തന്ത്രം ഉപയോഗിക്കുകയാണ്. ഇത് റബ്ബിമാരുടെ ഒരു ഡിബേറ്റിൻ്റെ തന്ത്രമായിരുന്നു. സംഭാഷണത്തിൽ അവർ ഉപയോഗിച്ചിരുന്ന ഒരു തന്ത്രമായിരുന്നു. അതായത് ഒരാൾ ഒരു ആശയം പറയുമ്പോൾ അതൊട്ടും മനസ്സിലാകാത്ത രീതിയിൽ അങ്ങേയറ്റത്തെ എക്സ്ട്രീമിൽ നിന്നുകൊണ്ട് മനസ്സിലാകാത്ത ഒരു മറുപടി പ്രതികരണം പറയുമ്പോൾ മറ്റേയാൾക്ക് അയാൾ പറയുന്നത് വിശദീകരിക്കാനുള്ള ഒരവസരം കിട്ടുകയാണ്. അതായത് ഈ നിക്കോദെമോസിന്, നമ്മൾ സാധാരണ വായനയിൽ നിക്കോദെമോസ് ഇങ്ങനെ ഒന്നും മനസ്സിലാകാത്തതുപോലെ ഇതെന്തിനാണ് ചോദിക്കുന്നത് എന്ന് വിചാരിക്കാൻ സാധ്യതയുള്ള വിധത്തിൽ ഈ ബുദ്ധിമാനായ മനുഷ്യൻ ചോദിക്കുന്നത്, അദ്ദേഹം നമ്മൾ സാധാരണ ഭാഷയിൽ പറയുന്നത് പോലെ പൊട്ടൻ കളിക്കുകയാണ്, ബുദ്ധിയില്ലാത്തവനെ പോലെ അഭിനയിക്കുകയാണ്. അതെങ്ങനെ സാധിക്കും? അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ച് ജനിക്കാൻ പറ്റുമോ എന്ന് തീരെ ആലോചിക്കാത്തൊരു ചോദ്യം ചോദിക്കുന്നത് പോലെ തോന്നാം. എന്നാൽ അദ്ദേഹം ബുദ്ധിമാനായതുകൊണ്ട് യേശു എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പൂർണ്ണമായും യേശുവിനെ വിശദീകരിക്കാൻ ഒരു അവസരം കൊടുക്കുകയാണ് നിക്കോദെമോസ് ഈ ചോദ്യത്തിലൂടെ. യേശു പ്രതിവചിച്ചു. വീണ്ടും ഈശോയുടെ ആമേൻ ആമേൻ സെയിങ് ആണ്, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. വീണ്ടും ജനിക്കുന്നത് എങ്ങനെയാണ്? പുതിയതായി ജനിക്കുന്നത് എങ്ങനെയാണ്? ഉന്നതത്തിൽ നിന്ന് ജനിക്കുന്നത് എങ്ങനെയാണ്? നിക്കോദെമോസിന് വ്യക്തമായി ഈശോ ഉത്തരം കൊടുക്കുകയാണ്. ആ ജനനം അമ്മയുടെ ഉദരത്തിൽ പ്രവേശിച്ചുള്ള ജനനമല്ല, ആ ജനനം ജലത്താലും ആത്മാവിനാലുമുള്ള ജനനമാണ്. അപ്പോൾ ഇത് നമ്മൾ അല്പം സമയമെടുത്ത്
മനസ്സിലാക്കാൻ പോവുകയാണ്. എന്താണ് ഈശോ ഉദ്ദേശിക്കുന്ന ഈ ജലത്താലും ആത്മാവിനാലുമുള്ള ജനനം എന്ന് പറയുന്നത്? എന്താണത്? നിക്കോദെമോസിൻ്റെ ചോദ്യം എന്താണ്? ഇത് സാധിക്കുമോ? അതെങ്ങനെ സാധിക്കും? പ്രായമായ മനുഷ്യൻ എങ്ങനെ സാധിക്കും? നിക്കോദെമോസ് ചോദിച്ച ചോദ്യം എന്താണ്? നിക്കോദെമോസ് പറയുന്നത്, ഐ ആം ടു ഓൾഡ് ടു ബി ബോൺ അഗെയിൻ. നിക്കോദെമോസ് പറയുന്നത്, എനിക്കൊത്തിരി പ്രായമായി, ഇനി അത് നടക്കുമോ? ഇതാണ് ഒരർത്ഥം. നിക്കോദെമോസിൻ്റെ ചോദ്യത്തിൻ്റെ ഒരർത്ഥം ഇതാണ്, ഐ ആം ടു ഓൾഡ് ടു ബി റീബോൺ. എനിക്ക് പ്രായാധിക്യമാണ്, നടക്കുമോ? ഇനി അത് നടക്കുമോ? സുവിശേഷം എന്താണ്? ഈ വീണ്ടും ജനനത്തിന് പ്രായപരിധിയില്ല. ഈ വീണ്ടും ജനനത്തിനെ അസാധ്യമാക്കുന്ന വിധത്തിൽ ആരുടെയും പ്രായം അധികമായിട്ടില്ല. മരണത്തിന് തൊട്ടു മുൻപും ഒരാൾക്ക് വീണ്ടും ജനിക്കാം. കുരിശിൽ കിടന്ന കള്ളൻ അതാണ് സൂചിപ്പിച്ചത്. മരണത്തിന് തൊട്ടു മുമ്പ്, ഏതാനും നാഴികകൾക്ക് മുമ്പ് അയാൾ വീണ്ടും ജനിച്ചു. അതുകൊണ്ട് ലോകത്തോട് ക്രിസ്ത്യാനിക്ക് പറയാനുള്ള സുവിശേഷം ഇതാണ്, വീണ്ടും ജനനത്തിന് പ്രായപരിധിയില്ല. എൻ്റെ ഒരുപാട് കാലം കഴിഞ്ഞു, വർഷം കഴിഞ്ഞു, ഞാൻ ഒരുപാട് തെറ്റുകളിലൂടെ കടന്നുപോയി, എൻ്റെ ജീവിതം തിരുത്താനാവാത്ത വിധം പാപത്തിൽ മുങ്ങിപ്പോയി എന്നൊക്കെയുള്ള സാധൂകരണങ്ങളിൽ ഒരാൾക്ക് തൃപ്തിപ്പെട്ട് വീണ്ടും ജനനത്തിൽ നിന്ന് മാറിപ്പോകാൻ കഴിയില്ല. കാരണം ഇതിന് പ്രായപരിധി, ഏജ് ലിമിറ്റ് ഇല്ല. ഈശോ പറയുകയാണ്, ആ ജനനമെന്ന് പറയുന്നത് ജലത്താലും ആത്മാവിനാലുമുള്ള ജനനമാണ്. ഞാൻ ഒരു കാര്യം വ്യക്തമായി ആദ്യം തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ഈശോ ജലത്താലും ആത്മാവിനാലുമുള്ള ജനനം എന്നുദ്ദേശിക്കുന്നത് എന്താണ്? ഒരു തർക്കവും ഒരു സംശയവും വേണ്ട. അത് കൃത്യമായും മാമോദീസ, ജ്ഞാനസ്നാനം എന്ന കൂദാശയാണ് യോഹന്നാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് ഒരാൾ വീണ്ടും ജനിക്കുന്നത്? മാമോദീസായിലൂടെ, ജ്ഞാനസ്നാനത്തിലൂടെ. ഇറ്റ് ഈസ് ത്രൂ ബാപ്റ്റിസം ദാറ്റ് വൺ ഈസ് റീബോൺ ഓർ ബോൺ അഗെയിൻ ഓർ ബോൺ എന്യൂ ഓർ ബോൺ ഫ്രം എബവ്. ഒരാൾ ഉന്നതത്തിൽ നിന്ന് നവീനമായി വീണ്ടും ജനിക്കുന്നത് മാമോദീസ എന്ന കൂദാശയിലൂടെയാണ്. അതുകൊണ്ട് നമ്മളതിനെക്കുറിച്ച് വ്യക്തത വരുത്തേണ്ടത്, പ്രത്യേകിച്ച് അപ്പസ്തോലിക സഭകളിൽ വിശ്വസിക്കുന്ന ആളുകൾ വ്യക്തത വരുത്തേണ്ടത് ആവശ്യമാണ്. കാരണം ഇതിന് വിപരീതമായ അനേകം ചിന്താധാരകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്, പല പ്രബോധനങ്ങളും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അപ്പസ്തോലിക കാലം മുതലേ തിരുസഭ എങ്ങനെയാണ് യോഹന്നാൻ 3:5 മനസ്സിലാക്കിയത് എന്ന് നമ്മൾ വ്യക്തതയോടെ തിരിച്ചറിയുകയും അത് തന്നെ നമ്മൾ വിശ്വസിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനതിനെക്കുറിച്ച് ഒരല്പം വ്യക്തത വരുത്താനായിട്ട് ആഗ്രഹിക്കുന്നു. അതായത് ഇവിടെ വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ അത് മാമോദീസ എന്ന കൂദാശയിലൂടെ സംഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യമായിട്ടാണ് യോഹന്നാൻ അവതരിപ്പിച്ചതും തിരുസഭ ആരംഭകാലം മുതലേ, അപ്പസ്തോലിക കാലം മുതലേ, പിതാക്കന്മാരുടെ കാലം മുതലേ അതിനെ മനസ്സിലാക്കിയത്. അതുകൊണ്ട് ജ്ഞാനസ്നാനം എന്ന കൂദാശ, അതിനെക്കുറിച്ച്, അതിലൂടെ സംഭവിക്കുന്ന വീണ്ടും ജനനത്തെക്കുറിച്ച് നമുക്ക് ഏതാനും ദൈവവചനങ്ങളിലൂടെ കടന്നു പോകാം. തീത്തോസ് 3:4. എന്നാൽ നമ്മുടെ രക്ഷകനായ ദൈവത്തിൻ്റെ നന്മയും സ്നേഹം നിറഞ്ഞ കാരുണ്യവും വെളിപ്പെട്ടപ്പോൾ അവിടുന്ന് നമുക്ക് രക്ഷ നൽകി. ഇതിന് തൊട്ട് മുമ്പത്തെ വാക്യം പറയുകയാണ്, നാം ഒരു കാലത്ത് മൂഢന്മാരും അനുസരണമില്ലാത്തവരും തെറ്റായ മാർഗത്തിലൂടെ നയിക്കപ്പെട്ടവരും പലതരം മോഹങ്ങൾക്കും സുഖേച്ഛകൾക്കും അടിമപ്പെട്ടവരും ദ്രോഹബുദ്ധിയിലും അസൂയയിലും ദിവസങ്ങൾ കഴിച്ചവരും മനുഷ്യരാൽ വെറുക്കപ്പെട്ടവരും പരസ്പരം വെറുക്കുന്നവരും ആയിരുന്നു. എന്നാൽ നമ്മുടെ രക്ഷകനായ ദൈവത്തിൻ്റെ നന്മയും സ്നേഹം നിറഞ്ഞ കാരുണ്യവും വെളിപ്പെട്ടപ്പോൾ അവിടുന്ന് നമുക്ക് രക്ഷ നൽകി. അപ്പോൾ ഇവിടെ ഒരിക്കൽ പാപികളായിരുന്ന നമുക്ക് യേശു രക്ഷ നൽകി. യേശു രക്ഷ നൽകി. ഇപ്പോൾ രക്ഷയെക്കുറിച്ചാണ്, സാൽവേഷനെക്കുറിച്ചാണ്, രക്ഷയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അവിടുന്ന് നമുക്ക് രക്ഷ നൽകി. 5-ാമത്തെ വാക്യം, അത് നമ്മുടെ നീതിയുടെ പ്രവൃത്തികൾ കൊണ്ടല്ല, നാം എന്തെങ്കിലും ചെയ്തിട്ടല്ല. രക്ഷ നാം സ്വീകരിച്ചത്, നമുക്ക് ലഭിച്ചത് നാം എന്തെങ്കിലും ചെയ്തിട്ടല്ല, നമ്മുടെ നീതിയുടെ പ്രവൃത്തികൾ കൊണ്ടല്ല, പിന്നെയോ അവിടുത്തെ കാരുണ്യം മൂലം പരിശുദ്ധാത്മാവിൽ അവിടുന്ന് നിർവഹിച്ച പുനരുജ്ജീവനത്തിൻ്റെയും നവീകരണത്തിൻ്റെയും സ്നാനത്താലത്രേ. തീത്തോസിലൂടെ, ഈ ലേഖനത്തിലൂടെ പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായി പറയുകയാണ്,
നാം രക്ഷ പ്രാപിച്ചത് പുനരുജ്ജീവനത്തിൻ്റെയും നവീകരണത്തിൻ്റെയും ജ്ഞാനസ്നാനത്താലാണ്. ഇറ്റ് ഈസ് ത്രൂ ദ റീജനറേഷൻ brought to us through the sacrament of baptism. പരിശുദ്ധാത്മാവ് നമുക്ക് നവീകരണവും പുനർജീവനവും നീതീകരണവും തന്നത് മാമോദീസ ജ്ഞാനസ്നാനം എന്ന കൂദാശയിലൂടെയാണ് എന്ന് തീത്തോസിൽ വ്യക്തമായി പറയുകയാണ്. ഞാൻ ഒരിക്കൽ കൂടെ വായിക്കാം. നമ്മുടെ രക്ഷകനായ ദൈവത്തിൻ്റെ നന്മയും സ്നേഹം നിറഞ്ഞ കാരുണ്യവും വെളിപ്പെട്ടപ്പോൾ അവിടുന്ന് നമുക്ക് രക്ഷ നൽകി. അത് നമ്മുടെ നീതിയുടെ പ്രവൃത്തികൾ കൊണ്ടല്ല, പിന്നെയും അവിടുത്തെ കാരുണ്യം മൂലം പരിശുദ്ധാത്മാവിൽ അവിടുന്ന് നിർവഹിച്ച പുനർജീവനത്തിൻ്റെയും നവീകരണത്തിൻ്റെയും സ്നാനത്താലത്രേ. അടുത്ത വാക്യം പത്രോസ് ശ്ലീഹായുടെ 1-ാം ലേഖനം 3-ാം അധ്യായം 20-21 വാക്യങ്ങൾ. പത്രോസ് ശ്ലീഹായുടെ 1-ാം ലേഖനം 3-ാം അധ്യായം 20-21 വാക്യങ്ങൾ. അവരാകട്ടെ നോഹിൻ്റെ കാലത്ത് പെട്ടകം പണിയപ്പെട്ടപ്പോൾ ക്ഷമാപൂർവം കാത്തിരുന്ന ദൈവത്തെ അനുസരിക്കാത്തവരായിരുന്നു. ആ പെട്ടകത്തിലുണ്ടായിരുന്ന 8 പേർ മാത്രമേ ജലത്തിലൂടെ രക്ഷ പ്രാപിച്ചുള്ളൂ. 21 അതിൻ്റെ സാദൃശ്യമുള്ള ജ്ഞാനസ്നാനം ഇപ്പോൾ നിങ്ങളെ രക്ഷിക്കുന്നു. ജ്ഞാനസ്നാനം രക്ഷിക്കുന്നു. മാമോദീസായിലൂടെ ഒരാൾ രക്ഷ പ്രാപിക്കുന്നു. അങ്ങനെയാണ് വചനം പഠിപ്പിക്കുന്നത്. അതായത് നോഹയുടെ പെട്ടകത്തിലൂടെ 8 പേർ രക്ഷ പ്രാപിച്ചതുപോലെ ജ്ഞാനസ്നാനം എന്ന കൂദാശയിലൂടെ നാം രക്ഷ പ്രാപിക്കുന്നു. അപ്പോസ്തലനായ പത്രോസ് വ്യക്തമായിട്ട് പറയുകയാണ്, അതിൻ്റെ സാദൃശ്യമുള്ള ജ്ഞാനസ്നാനം ഇപ്പോൾ നിങ്ങളെ രക്ഷിക്കുന്നു. അത് നിങ്ങളുടെ ശരീരത്തിലെ മാലിന്യത്തിൻ്റെ നിർമ്മാർജ്ജനമല്ല, ശരീരത്തിലെ മാലിന്യത്തിൻ്റെ നിർമ്മാർജ്ജനമല്ല, മറിച്ച് ശുദ്ധ മനസാക്ഷിക്കായി യേശുക്രിസ്തുവിൻ്റെ ഉത്ഥാനം വഴി ദൈവത്തോട് നടത്തുന്ന പ്രാർത്ഥനയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് അപ്പോസ്തലന്മാർ വ്യക്തമായിട്ട് ജ്ഞാനസ്നാനവും രക്ഷയും തമ്മിൽ ബന്ധിപ്പിച്ചിരുന്നു. അപ്പോസ്തല പ്രവർത്തനം 2:37 ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറുങ്ങി പത്രോസിനോടും മറ്റ് അപ്പോസ്തലന്മാരോടും ചോദിച്ചു, സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ, പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. പാപമോചനത്തിനായി എന്ത് ചെയ്യണം? ജ്ഞാനസ്നാനം സ്വീകരിക്കണം, പാപമോചനത്തിനായി. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. അപ്പോസ്തല പ്രവർത്തനം 22:16. അപ്പോസ്തല പ്രവർത്തനം 22:16 പൗലോസ്ലീഹായുടെ മാനസാന്തരത്തിന് ശേഷമുള്ള അദ്ദേഹത്തോടുള്ള നിർദ്ദേശമാണ്. നീ ഇനി എന്തിനു കാത്തിരിക്കുന്നു? എഴുന്നേറ്റ് സ്നാനം സ്വീകരിക്കുക, അവൻ്റെ നാമം വിളിച്ചുകൊണ്ട് നിൻ്റെ പാപങ്ങൾ കഴുകിക്കളയുക. സ്നാനം സ്വീകരിക്കുക, പാപം കഴുകിക്കളയുക. സ്നാനം സ്വീകരിക്കുക, പാപം കഴുകിക്കളയുക. അപ്പോൾ ഇവിടെ ജ്ഞാനസ്നാനവും പാപമോചനവും ജ്ഞാനസ്നാനവും രക്ഷയും തമ്മിൽ ദൈവവചനം അഗാധമായ ബന്ധം കൽപ്പിക്കുന്നുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 16-ാമത്തെ വാക്യം. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ ഇത് തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. വിശ്വസിക്കുക മാത്രമല്ല, വിശ്വസിക്കുകയും ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും ചെയ്യുന്നവൻ രക്ഷ പ്രാപിക്കും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ജ്ഞാനസ്നാനം എന്ന കൂദാശയിലൂടെയാണ് ഈ വീണ്ടും ജനനം സംഭവിക്കുന്നത് എന്ന പ്രബോധനം വ്യക്തമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ഇവിടെ യോഹന്നാൻ പറയുകയാണ്, യോഹന്നാൻ നിക്കോദെമോസിനോട് ഈശോ പറയുന്ന സംഭാഷണത്തിലൂടെ യോഹന്നാൻ അവതരിപ്പിക്കുകയാണ്. അതായത് ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. അപ്പോൾ ഇനി അടുത്തൊരു സംശയം വരാൻ സാധ്യതയുള്ളത് ഈ ജലത്താലും ആത്മാവിനാലും, അതെന്താണ് ആ ബന്ധം? ജലത്താലും ആത്മാവിനാലും, ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇത് മാമോദീസ എന്ന കൂദാശയെ സൂചിപ്പിക്കുന്നതാണ്. അവിടെ ജലവും ആത്മാവും തമ്മിലുള്ള ബന്ധം അത് നമുക്ക് വചനത്തിൻ്റെ ഒരു അടിത്തറയിലൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 31-32. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 31-32 വചനം ഇങ്ങനെ പറയുകയാണ്, ഞാനും അവനെ അറിഞ്ഞിരുന്നില്ല, എന്നാൽ അവനെ ഇസ്രായേലിന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ വന്ന് ജലത്താൽ സ്നാനം നൽകുന്നത്. അടുത്ത വാക്യം, ആത്മാവ് പ്രാവിനെ പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അവൻ്റെ മേൽ ആവസിക്കുന്നത് താൻ കണ്ടു എന്ന് യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തി. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിലും 31-32 വ്യക്തമായിട്ട് പറയുകയാണ്, ജലത്താൽ സ്നാനം ഏൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വന്നു. എന്താണ് നമ്മൾ കണ്ടെത്തേണ്ട ബന്ധം, മനസ്സിലാക്കേണ്ട ബന്ധം? ജലവും ആത്മാവും തമ്മിലുള്ള ബന്ധം. അപ്പോൾ ജലത്തിൽ സ്നാനമേൽക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് വന്ന് ആവസിക്കുന്നു. ജലത്തിൽ സ്നാനമേൽക്കുമ്പോൾ ആത്മാവ് വന്ന് നിറയുന്നു. ഇത് ലൂക്കാ സുവിശേഷത്തിൻ്റെ 3-ാം അധ്യായത്തിലുമുണ്ട്. ഈശോ സ്നാനമേൽക്കുന്ന സമയത്ത് ലൂക്കാ സുവിശേഷത്തിൻ്റെ 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുകയാണ്. 3-ാം അധ്യായത്തിൽ ലൂക്കാ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ
21, 22 വാക്യങ്ങൾ. ജനം സ്നാനം സ്വീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശുവും വന്ന് സ്നാനമേറ്റു. അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു, പരിശുദ്ധാത്മാവ് പ്രാവര രൂപത്തിൽ അവൻ്റെ മേൽ ഇറങ്ങി വന്നു. യേശു ജലത്തിൽ സ്നാനമേൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയാണ്. അപ്പോൾ ജലത്തിൽ സ്നാനം നടക്കുമ്പോൾ, ജലസ്നാനം നടക്കുമ്പോൾ, ജലമുപയോഗിച്ച് ജ്ഞാനസ്നാനം എന്ന കൂദാശ നടക്കുമ്പോൾ, അപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിലേക്ക് വന്ന് ആവസിക്കും. ഇതാണ് മാമോദീസയിൽ സംഭവിക്കുന്നത്. ജലം കൊണ്ട് ഒരു കുഞ്ഞിനെ സ്നാനപ്പെടുത്തുമ്പോൾ പരിശുദ്ധാത്മാവ് ആ കുഞ്ഞിൽ വന്ന് ആവസിക്കും. ഇതാണ് ക്രിസ്തീയ പ്രബോധനം. ഇതാണ് സഭയുടെ ആധികാരിക ആദിമ പ്രബോധനം. അപ്പോൾ ബന്ധമുണ്ട്. ഇനി യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ ഇത് ഈശോ ശരിക്കും ഈ ജലത്താലും ആത്മാവിനാലുമുള്ള വീണ്ടും ജനനം മാമോദീസയാണ്, ജ്ഞാനസ്നാനമാണ് എന്നതിൻ്റെ സൂചന വ്യക്തമായിട്ട് ഈ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ ഈ അധ്യായത്തിൽ തന്നെയുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ ഇവിടെ ഈ പറയുന്ന നിക്കോദെമോസിനോടുള്ള സംഭാഷണത്തിന് ശേഷം 21 വാക്യങ്ങൾ ഈ പശ്ചാത്തലത്തിൽ പറഞ്ഞതിന് ശേഷം 22-ാമത്തെ വാക്യം ഇങ്ങനെയാണ്. യോഹന്നാൻ 3:22 ഇങ്ങനെയാണ്: ഇതിന് ശേഷം യേശുവും ശിഷ്യന്മാരും യൂദയാദേശത്തേക്ക് പോയി. അവിടെ അവൻ അവരോടൊത്ത് താമസിച്ച് സ്നാനം നൽകി. ഇവിടെ ഈ നിക്കോദെമോസിനോട് ജലത്താലും ആത്മാവിനാലും നിങ്ങൾ വീണ്ടും ജനിക്കണം എന്ന് പറഞ്ഞതിന് ശേഷം യേശു ശിഷ്യന്മാരും യൂദയാദേശത്തേക്ക് പോയിട്ട് അവിടെ സാലിമിനടുത്ത് ഏനോനിൽ വെള്ളം ധാരാളം ഉണ്ടായിരുന്നതിനാൽ അവിടെ താമസിച്ച് യേശു സ്നാനം നൽകി എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ അപ്പോൾ എൻ്റെ അർത്ഥം? ഈശോ ഇവിടെ സംസാരിക്കുന്നത് ജ്ഞാനസ്നാനത്തെക്കുറിച്ചാണ്. ജ്ഞാനസ്നാനത്തിലൂടെയുള്ള വീണ്ടും ജനനത്തെക്കുറിച്ചാണ് യേശു നിക്കോദെമോസിനോട് സംസാരിക്കുന്നത്. ഇനി ഇത് മാത്രമല്ല, നമ്മൾ യഥാർത്ഥത്തിൽ ഈ ജലവും ആത്മാവും തമ്മിലുള്ള ഒരു ബന്ധം ഉൽപ്പത്തി പുസ്തകത്തിലേ കാണാൻ പറ്റും. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം: ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് എവിടെ ചലിച്ചുകൊണ്ടിരുന്നു? വെള്ളത്തിന് മീതെ. ഇത് യഥാർത്ഥത്തിൽ മാമോദീസായിൽ സംഭവിക്കുന്ന യാഥാർത്ഥ്യത്തിൻ്റെ ആദിമ വെളിപ്പെടുത്തലാണ്, ഏറ്റവും ആരംഭ വെളിപ്പെടുത്തലാണിത്. ജലത്തിന് മീതെ ആത്മാവ് ചലിക്കും. നമ്മൾ ഇനി യോഹന്നാൻ്റെ സുവിശേഷം പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ വളരെ കാതും കണ്ണും തുറന്ന് ശ്രദ്ധയോടെ കാണുകയും കേൾക്കുകയും ചെയ്യണം. യോഹന്നാൻ ജലവും ആത്മാവും തമ്മിലുള്ള ബന്ധം എപ്പോഴും എടുത്തു പറഞ്ഞുകൊണ്ടേയിരിക്കും. ഉദാഹരണത്തിന് ഇനി സമറിയാക്കാരോട് സംസാരിക്കുമ്പോൾ പറയും ജീവജലം, പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. യോഹന്നാൻ 7 പറയും എന്നിൽ വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവി ഒഴുകും, പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. ഈ ജലവും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ബന്ധം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഇനി മുന്നോട്ട് പോകുമ്പോൾ നന്നായി എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടും. നമ്മൾ മനസ്സിലാക്കേണ്ടത് മാമോദീസ ജലത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞിരിക്കുന്നു. ആ പരിശുദ്ധാത്മാവാണ് ഒരു വ്യക്തിയെ മാമോദീസ എന്ന കൂദാശയിലൂടെ വീണ്ടും ജനിപ്പിക്കുന്നത്. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചില സംശയങ്ങളുണ്ടാവാം. സംശയങ്ങൾ എന്ന് ഞാൻ പറയുമ്പോൾ, മാമോദീസ സ്വീകരിച്ച എല്ലാ വ്യക്തികളിലും ഈ അനുഭവം കാണുന്നില്ലല്ലോ എന്നൊരു ചോദ്യം ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാവാം. ഞാനതിനെക്കുറിച്ച് പിന്നീട് പ്രതിപാദിക്കാം. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കി ഇത് മാമോദീസ എന്ന കൂദാശയെക്കുറിച്ചാണ്. അതിനകത്ത് നമ്മൾ കൃത്യമായ വ്യക്തത വരുത്തുക. ഇനി യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ഈ വീണ്ടും ജനനം സംഭവിക്കുന്നത്, യേശുവിലൂടെയുള്ളൊരു വീണ്ടും ജനനം, യേശു തരുന്ന വീണ്ടും ജനനം, പുതിയ ജനനം, ബോൺ അഗെയിൻ, ബോൺ ഫ്രം എബവ്, ബോൺ എന്യൂ, അത് സംഭവിക്കുന്നത് മാമോദീസ എന്ന കൂദാശയിലൂടെയാണ് എന്നാണ് ഇവിടെ നാം മനസ്സിലാക്കുന്നത്. ആ വാക്യം: നിക്കോദമോസ് ചോദിച്ചു, പ്രായമായ മനുഷ്യന് ഇതെങ്ങനെ സാധിക്കും? അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ച് അവന് ജനിക്കാൻ കഴിയുമോ? യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ്, ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവും. അപ്പോൾ ഇത് ആത്മാവിലുള്ള വീണ്ടും ജനനമാണ്, പരിശുദ്ധാത്മാവിലുള്ള വീണ്ടും ജനനം. ഇനി ഒരു കാര്യം കൂടി, ഇതിനെക്കുറിച്ച് പഴയ നിയമത്തിൽ അനേകം പ്രവചനങ്ങളുണ്ട്. എല്ലാ പ്രവചനങ്ങളിലൂടെയും കടന്നു പോയാൽ നമ്മുടെ ഈ ലെസൺസ് തീരാത്തത് കൊണ്ട് ഞാൻ ഒരു പ്രവചനം മാത്രം എടുക്കുകയാണ്.
ഇത് പഴയ നിയമത്തിൽ വ്യക്തമായിട്ട് ജലത്താലും ആത്മാവിനാലും ദൈവം വീണ്ടും ജനനം നൽകുമെന്ന് പഴയ നിയമത്തിൽ വ്യക്തമായി പ്രവാചകന്മാരിലൂടെ ദൈവം പ്രവചിച്ചിട്ടുണ്ട്. നമുക്കൊരു പ്രവചനം മാത്രം എടുക്കാം. എസെക്കിയേൽ പ്രവചനത്തിൻ്റെ 36-ാമത്തെ അധ്യായം. എസെക്കിയേൽ 36-ൽ 25 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുകയാണ്. എസെക്കിയേൽ 36:25 മുതൽ, ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും, ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും, നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെടും, സകല വിഗ്രഹങ്ങളിൽ നിന്നും നിങ്ങളെ ഞാൻ നിർമ്മലരാക്കും, ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും, ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും, നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസള ഹൃദയം നൽകും, എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. ജലവും ആത്മാവും ഇവിടെ കണ്ട പ്രവാചകനോട് പ്രവചിക്കുകയാണ്, ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും. ഇപ്പോൾ ജലത്താലും ആത്മാവിനാലുമുള്ള വീണ്ടും ജനനം. ഇപ്പോൾ സഭയിൽ, അപ്പസ്തോലിക സഭകളിൽ 2 തരത്തിലുള്ള ജ്ഞാനസ്നാനം നിർവഹിക്കപ്പെടുന്നുണ്ട്. 2 തരത്തിലുണ്ട്. ഒന്ന്, വെള്ളം ഒഴിച്ച് മാമോദീസ ജ്ഞാനസ്നാനം നടത്തുന്നു. 2, വെള്ളത്തിൽ മുങ്ങി ജ്ഞാനസ്നാനം നടത്തുന്നു. ഇത് ഈ നിമഞ്ജന സ്നാനം അല്ലെങ്കിൽ വെള്ളത്തിൽ മുങ്ങിയുള്ള സ്നാനവും അതുപോലെ തന്നെ വെള്ളം ഒഴിച്ചുള്ള സ്നാനം രണ്ടും സഭയിലുണ്ട്. 2 അപ്പസ്തോലിക സഭകളിൽ 2 രീതിയുമുണ്ട്. നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ളത് വെള്ളം ഒഴിച്ചുള്ള ജ്ഞാനസ്നാനമായിരിക്കും. അപ്പോൾ ഇത് രണ്ടും വാലിഡാണ്. നമ്മൾ മുങ്ങിക്കുളിക്കുന്നതും കോരിക്കുളിക്കുന്നതും കുളിയാണ്. മുങ്ങിക്കുളിക്കുന്നതും കുളിയാണ്, ബക്കറ്റിൽ വെള്ളം നിറച്ചിട്ട് അതിൽ കോരി കുളിക്കുന്നതും കുളിയാണ്. ഷവറിൽ നിന്ന് വെള്ളം അതിനടിയിൽ നിന്ന് കുളിക്കുന്നതും കുളിയാണ്. നദിയിലിറങ്ങി കുളിക്കുന്നത് മാത്രമല്ല കുളി. അപ്പോൾ ഇത് കുളിയാണ്, ഇത് നമ്മളെ കഴുകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അത് മുങ്ങണം എന്ന് നിർബന്ധമൊന്നുമില്ല. മുങ്ങുന്നത് നല്ലതാണ്, മുങ്ങുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷേ മുങ്ങിയാൽ മാത്രമേ അത് ജ്ഞാനസ്നാനമാകൂ എന്ന് പറയാൻ പറ്റില്ല. കാരണം പ്രവാചകനിൽ പ്രവചിച്ചത് ഞാൻ നിൻ്റെ മേൽ ശുദ്ധജലം തളിക്കും എന്നാണ്. അപ്പോൾ അത് കൃത്യമായും വാലിഡായ മാമോദീസായുടെ ഫോമാണ് വെള്ളം ഒഴിക്കുന്നത്. വെള്ളത്തിൽ മുങ്ങുന്നത് തെറ്റില്ല. ഒരിക്കൽ മുങ്ങിയവർ വീണ്ടും മുങ്ങരുതെന്നേ ഉള്ളൂ. ഒരിക്കൽ മാമോദീസ മുങ്ങിയവർ വീണ്ടും മുങ്ങാൻ പോകരുതെന്നേ ഉള്ളൂ. മുങ്ങുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. അപ്പസ്തോലിക സഭകളിൽ കർത്താവിൻ്റെ സഭയിൽ, അപ്പസ്തോലിക സഭയിൽ, കത്തോലിക്ക സഭയിൽ മാമോദീസ മുങ്ങുന്നതും മാമോദീസ വെള്ളം തളിക്കുന്നതും രണ്ടും സഭയിലെ നിലവിലുള്ള രീതിയാണ്. നമ്മൾ കൂടുതൽ പ്രായോഗികത വെച്ചും കുഞ്ഞുങ്ങളെ ജ്ഞാനസ്നാനം ചെയ്യുന്നത് കൊണ്ടും കുഞ്ഞുങ്ങൾക്ക് ജ്ഞാനസ്നാനം കൊടുക്കുന്നത് കൊണ്ടും വെള്ളം ഒഴിച്ചുള്ള രീതിയാണ് സഭയിൽ പ്രാബല്യത്തിൽ പ്രകടമായി നിലനിൽക്കുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത്, ചില തെറ്റായ പ്രബോധനങ്ങൾ നമ്മൾ വിശ്വസിക്കരുത്. അപ്പോൾ ആ പ്രബോധനത്തിൽ മുങ്ങിയാൽ മാത്രമേ അത് ജ്ഞാനസ്നാനമാകൂ എന്ന് പറഞ്ഞാൽ അങ്ങനെയില്ല. പ്രവാചകനിലൂടെ ദൈവം മുൻകൂട്ടി പ്രവചിച്ചിട്ടുണ്ട്, നിൻ്റെ മേൽ ഞാൻ ശുദ്ധജലം തളിക്കും, ശുദ്ധജലം തളിച്ച് എല്ലാ മാലിന്യത്തിൽ നിന്നും നിന്നെ ഞാൻ വിശുദ്ധീകരിക്കും, നിനക്ക് ഞാനൊരു പുതിയ ഹൃദയം നൽകും, പുതിയ സൃഷ്ടിയാക്കും. ഒരു കാര്യം കൂടി, യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ ഇതിനെക്കുറിച്ചാണ് നമ്മൾ നേരത്തെ ഒരു വചനം വായിച്ചിരുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 12-13 വാക്യങ്ങൾ, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. അവർ ജനിച്ചത് രക്തത്തിൽ നിന്നോ ശാരീരിക അഭിലാഷത്തിൽ നിന്നോ പുരുഷൻ്റെ ഇച്ഛയിൽ നിന്നോ അല്ല, ദൈവത്തിൽ നിന്നാണ്. ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനാലുള്ള ഒരു വീണ്ടും ജനനം സംഭവിക്കുന്നത് മാമോദീസ എന്ന കൂദാശയിലൂടെയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വചനം പഠിക്കാൻ നിങ്ങൾ കാണിക്കുന്ന താല്പര്യത്തെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ എവിടെയായിരുന്നാലും ഇപ്പോൾ നിങ്ങൾ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ രോഗങ്ങൾ, തകർച്ചകൾ, നിങ്ങളുടെ ജീവിതവേദനകൾ, ദുഃഖങ്ങൾ, നിങ്ങളിപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഭാരപ്പെടുത്തുന്ന വിഷയങ്ങൾ, ഇവരെല്ലാം കർത്താവിൻ്റെ കരുതലുണ്ടാവും. ഈശോ നമ്മുടെ കൂടെയുണ്ട്. വചനം പഠിക്കുമ്പോൾ നമ്മൾ നഥാനിയേലിനെ ആ ഭാഗം വിശദീകരിച്ചപ്പോൾ പറഞ്ഞതുപോലെ വചനം അത്തിവൃക്ഷത്തിൻ്റെ ചൂട്ടിലിരുന്ന് വചനം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരോട് ദൈവം പറയുകയാണ്, നീ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ കാണും, ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കും. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ കൃപയോടെ വചനം പഠിക്കാൻ നമുക്ക് ദൈവം നമ്മെ സഹായിക്കാനായിട്ട് പ്രാർത്ഥിക്കാം. നമുക്ക് ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.